ഇട്ടിട്ട് ഏകദേശം 2 മാസമായി കേട്ടാ. അപ്പം ഞാൻ വളരെ റീസെൻ്റ്ലി എനിക്ക് വേറെ കുറേ ആൾക്കാർ ഞാൻ സ്റ്റോറി ഇട്ട ആൾക്കാരുടെ ഈ പറയണതുപോലെ എനിക്ക് ഡീറ്റെയിൽസ് ഇങ്ങനെ കിട്ടിയപ്പോൾ ഞാൻ ഇവൻ്റെ പ്രൊഫൈൽ എടുത്ത് നോക്കിയപ്പം ഇവനൊരു ഫേക്ക് നമ്പർ കൊടുത്തിട്ട് അമ്മയും പെങ്ങളെയും താല്പര്യമുള്ളവന്മാരെ എന്നെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് നമ്പർ കൊടുത്ത്. അത്രയും ധൈര്യത്തിൽ ആ നമ്പർ കൊടുക്കണമെങ്കിൽ ഒബ്വിയസ്ലി അതൊരു ഫേക്ക് നമ്പർ ആയിരിക്കും എന്നുള്ള ബോധ്യം ഇവനെ പോലത്തെ മണ്ടന്മാർക്ക് ഉണ്ടാവില്ല, പക്ഷെ എനിക്കുണ്ടായിരുന്നു. ഞാൻ അവിടെ നിന്നാണ് അത് തുടങ്ങിയത്, മനസ്സിലായോ? ഞാൻ അവിടെ നിന്ന് തുടങ്ങി ലാസ്റ്റിൽ അവൻ്റെ ഫോട്ടോയിൽ ഞാൻ എത്തിച്ചത്. വിളിച്ച് ഞാൻ കാര്യം പറഞ്ഞിട്ടുണ്ട്. അവനിപ്പോൾ എന്നെ വിളിച്ച് ഇത് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഇപ്പോൾ അവരുടെ പേരൻസിൻ്റെ സൈഡിൽ നിന്ന് പറയണത് അവന് മാനസിക അസുഖമാണ്, അതുകൊണ്ട് വേറൊന്നും വിചാരിക്കരുതെന്ന്. അപ്പം ഞാൻ ചോദിച്ചത് മാനസിക അസുഖമാണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റോ അതിൻ്റെ വേറെ എന്തെങ്കിലും ഡീറ്റെയിൽ കയ്യിലുണ്ടോ എന്ന് ചോദിച്ചപ്പം അവർ പറഞ്ഞ് അങ്ങനെയല്ല, ഡോക്ടറെ ഒന്നും കാണിക്കുന്നില്ല, ഞങ്ങൾ തന്നെയാണ് ട്രീറ്റ് ചെയ്യുന്നതെന്ന്. അവന് വട്ടുണ്ട്, അവർ വീട്ടുകാർ തന്നെയാണ് വട്ടിന് ട്രീറ്റ് ചെയ്യണതെന്ന്. മനസ്സിലായോ? ഇപ്പം അങ്ങനെ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. അവരെൻ്റെ അടുത്ത് പറയണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലും ഇത് കൂടുതൽ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അവൻ്റെ ഭാവി പോവും. അവൻ ഏതോ ഗെയിംസിലൊക്കെ ഭയങ്കര ആക്റ്റീവാണ്. അതായത് ഗെയിംസ് എന്ന് ഉദ്ദേശിച്ചത് മറ്റേ സ്പോർട്സിൽ ഭയങ്കര ആക്റ്റീവാണ്. സോ എന്തിനോ സെലക്ഷനിലൊക്കെ നിൽക്കുകയാണ്, അതുകൊണ്ട് ഇപ്പോൾ ഒന്നും ചെയ്യരുത് എന്നാണ് അവരെൻ്റെ അടുത്ത് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ എന്ത് ചെയ്യണം എന്ന് എനിക്കിപ്പോഴും മനസ്സിലാവാത്തൊരു കാര്യമാണ് ഒന്നത്. രണ്ടാമത്തെ കേസ് ഞാൻ പറഞ്ഞുതരാം. രണ്ടാമത്തെ കേസ് ടെലഗ്രാമിൽ അന്നൊരു ഇഷ്യൂ ഉണ്ടായപ്പോഴേ ടെലഗ്രാമിൽ അന്നൊരു ഇഷ്യൂ ഉണ്ടായ സമയത്ത് ഈ പറയണ പോലെ നമ്മൾ അന്ന് കുറച്ച് രണ്ടുപേരന്മാരെ തൂക്കി പ്രായത്തിൻ്റെ കൺസിഡറേഷനിൽ നമ്മൾ വിട്ട് കളഞ്ഞ കേസാണ്. അത് കഴിഞ്ഞിപ്പോൾ വളരെ റീസെൻ്റ്ലി കുറേ നമ്മുടെ ലൈവ് കാണുന്ന കുറേ പേര് എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞ് ബ്രോ ഇതുപോലെ പാച്ചു ചേച്ചിയുടെയും സ്നേഹയുടെയും പിന്നെ അലീന, ഇങ്ങനെ കുറേ പേരുടെ മെയിനായിട്ട് ബ്രൈറ്റ് ഫോക്സ്, അവളുടെ പേരിൽ ഒരു ടെലഗ്രാം ഗ്രൂപ്പ് തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ ഗ്രൂപ്പിൻ്റെ പേര് എനിക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞാൽ തന്നെ ഇത് കാണുന്ന സെക്ഷലി ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് പുണ്ടച്ചികൾ ഗ്രൂപ്പ് തെരഞ്ഞു പിടിച്ച് അതിൽ കയറുമെന്നേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നും അതിനുണ്ടാവുമല്ല. മനസ്സിലായ? അതിൻ്റെ പേരൊക്കെ ഇട്ടേക്കണത് അങ്ങനെയാണ്. സത്യം പറഞ്ഞാൽ കണ്ടിട്ട് ഞാൻ ജീവിതം വെറുത്തു പോയി ഗൈസ്. സത്യം പറയാൻ അതിനകത്ത് എന്തൊക്കെയാണ് ചെയ്ത് വെച്ചേക്കുന്നത്. അതിനകത്ത് എങ്ങനെയാണെന്ന് അറിയോ ഗൈസ്? ഞാൻ അതിൻ്റെ ഒരു ഫോർമാറ്റ് നിങ്ങൾ പിന്നെ ഈ അഡൽ ഗ്രൂപ്പ്സിലുള്ള ഞാൻ ഫോൺ കാണുന്ന ആൾക്കാരുടെ അടുത്തൊന്നും ഒന്നും പറയണില്ല ഗൈസ്. എന്നാലും അറ്റ്ലീസ്റ്റ് അതിനൊക്കെ വേണ്ടി നടക്കണതും അതിനൊക്കെ ആയിട്ട് ജീവിക്കണതായിട്ടുള്ള പോൺ ആക്ടേഴ്സും അങ്ങനെ കുറേ ആൾക്കാരൊക്കെ ഉണ്ടാവും. നിങ്ങൾ അവരെയൊക്കെ ഫോളോ അപ്പ് ചെയ്യണതിൽ ഒരു വലിയ പ്രശ്നമാണെന്ന് പറയണ അമ്മാവനല്ല ഞാൻ. പക്ഷെ ഇതങ്ങനെയല്ല. ആ ഗ്രൂപ്പിൽ നിങ്ങൾ കയറണം. ആ ഗ്രൂപ്പിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് പോസ്റ്റ് ചെയ്തേക്കുന്ന കുറേ സാധനമുണ്ട്. വെറുതെ നമ്മൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ കാണുന്ന പെൺകുട്ടികളുടെയും അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരോ ആയിക്കോട്ടെ, അതായത് നിങ്ങളിപ്പോൾ കാണുന്ന ഒരു റാൻഡം കണ്ട ഒരു ഫോട്ടോ, അത് നിങ്ങൾ അവിടെ ഇട്ടിട്ട് പറയണം എനിക്ക് ഈ ചേച്ചിയെ തുണിയില്ലാതെ വേണം എന്ന് പറഞ്ഞാൽ അരമണിക്കൂർ കഴിയുമ്പോൾ അതിൻ്റെ അഡ്മിൻ അവളുടെ തുണിയില്ലാത്തൊരു ഫോട്ടോ AI വെച്ചും അല്ലെങ്കിൽ എഡിറ്റ് ചെയ്തോ എങ്ങനെയാണെന്ന് വെച്ചാൽ അവിടെ പോസ്റ്റ് ചെയ്യും. അതൊരു പ്രത്യേക തരം ഒരു ഇതാണ്. അതിപ്പോൾ ഏത് ഫോട്ടോ ആണെങ്കിലും എന്താണേലും ഇതാണ് അവരുടെ മെയിൻ പരിപാടി. അതിൻ്റെ കൂടെ തന്നെ പാർട്ടിക്കുലർ ഗ്രൂപ്പ്സ് ഉണ്ട്. അതായത് ഇപ്പം ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം. നിങ്ങൾ പേയ്മെൻറ്റ് അടച്ചു കഴിഞ്ഞാൽ പിള്ളേരുടെ ഫോൺ വേണമെന്നുണ്ടെങ്കിൽ പിള്ളേരുടെ ഫോണിന് 250 രൂപ 300 രൂപ എന്ന് പറഞ്ഞിട്ട് അത് സ്ട്രീമേഴ്സ് ആയിട്ടുള്ള പെൺപിള്ളേരുടെയും അവരുടെ ഭർത്താവിൻ്റെയും ഭാര്യയുടെയും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അടുത്ത സെക്ഷൻ പാക്ക്. ഇത് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുമ്പം ഇങ്ങനെ അയച്ചു കൊടുക്കലാണ് പരിപാടി. മനസ്സിലായ? ഇങ്ങനെ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ അയച്ചു കൊടുക്കലാണ് ഇവന്മാരുടെ മെയിൻ പരിപാടി. ആൻഡ് വേറെ ഏറ്റവും വലിയൊരു കാര്യം പറയാം, ഭയങ്കര സർപ്രൈസ്ഡ് ആയിട്ടുള്ളൊരു കാര്യം പറയാം ഗൈസ്. നമുക്ക് ഈ ഗൂഗിൾ ഡൗൺലോഡ് ഇമേജസും അതുപോലെ നമ്മളൊരു ഫോണിൽ നിന്ന് ഡയറക്റ്റ് ഒരു ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുന്ന ഇമേജസും കണ്ടാൽ നമുക്ക് തിരിച്ചറിയാമല്ലോ. ചില അമ്മമാർ സ്വന്തം വീട്ടിലെ ഞാൻ അതുകൊണ്ടാണ് അതിനകത്ത് പ്രത്യേകം എഴുതി വെച്ചേക്കുന്നത് അമ്മയും പെങ്ങളും എന്ന്. ഞാൻ എന്നുവെച്ചാൽ ചായ തരാൻ വരുന്ന അമ്മ, രാവിലെ ഫ്രണ്ടിൽ വരുന്ന അല്ലെങ്കിൽ സ്കൂളിൽ പോകാൻ യൂണിഫോം ഇടുന്ന സ്വന്തം പെങ്ങള്, ഇവരുടെയൊക്കെ ഫോട്ടോസ് എടുത്തിട്ട് ഓരോ പർട്ടിക്കുലർ പാർട്സിനെ പറ്റി എൻ്റെ ചേച്ചിയുടെ ഇതെങ്ങനുണ്ട് അതെങ്ങനുണ്ട് എന്ന് ചോദിക്കുന്ന മെസ്സേജസ് ഇടുന്ന ഗ്രൂപ്പുകളുണ്ട്. ഇത് ഞാൻ ശരിക്കും പറയാണ്, ഞാൻ ആലോചിച്ച് ഇതെങ്ങനെയാണ് ഇങ്ങനെ ഇവന്മാർക്കൊക്കെ ചിന്തിക്കാനും ഇതാക്കാനും പറ്റുന്നതെന്ന്. എൻ്റെ അമ്മു, ഇവനൊക്കെ എങ്ങനെയാണ് അവരൊക്കെ എങ്ങനെ ആ വീട്ടിൽ സേഫ് ആണെന്നുള്ള ഇത് ഞാൻ ആലോചിക്കണത്. ഞാൻ ഇത് വെറുതെ തമാശ പറയല്ല, ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. സത്യമായിട്ട് ഞാൻ പറയാണ്, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്.
ഇത് ഡിസ്കസ് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. ഞാൻ ലിറ്ററലി പറയാം, ഞാൻ ഇതിന്റെ പുറകെ ഇറങ്ങിയോണ്ട് പറയുക. ഞാൻ കുറെ ഗ്രൂപ്പുകൾ കണ്ട് ഞാൻ ജീവിതം വെറുത്തുപോയി. എടാ ഇത് ഞാൻ പറയട്ടെ, ഈ ജനറേഷനായിട്ട് നിങ്ങൾക്ക് തരാനുള്ള ഏറ്റവും വലിയൊരു ഉപദേശം എന്ന് പറഞ്ഞാൽ ഈ പറയണ ഇതൊക്കെ ജീവിതത്തിന്റെ ചെറിയൊരു ഭാഗം മാത്രമാണ്, അല്ലാതെ സെക്സ് അല്ല ജീവിതം. മനസ്സിലായ? ഇങ്ങനെ സെക്സ്വലി ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ജീവിക്കുന്ന നീ ഒന്നും എങ്ങും എത്താൻ പോകില്ല. നിന്നെയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി, ഇതൊക്കെ ചെയ്ത് നിന്നെയൊക്കെ തൂക്കിയാൽ നിന്റെയൊക്കെ ജീവിതം എവിടെയാവുമെന്ന്. ഇതൊക്കെ ആര് പറഞ്ഞു തരുമെന്ന് കരുതല കൈസ്. ഞാൻ സീരിയസ് ആയിട്ട് പറയുകയാണ്, ഞാൻ ഇത് കണ്ട് ജീവിതം വെറുത്ത് 2 ദിവസമായിട്ട് ഞാൻ ഇതിന്റെ പുറകിലായിരുന്നു. ആൻഡ് അവളും കംപ്ലീറ്റ്ലി ഇതൊക്കെ കണ്ട് മൂഡ് ഓഫ് ആയതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് അങ്ങനെ ഒരു ഞാൻ അവളെ കൊണ്ട് പുറത്തൊക്കെ ഒന്ന് പോയി എല്ലാ കാര്യങ്ങളൊക്കെ ഒന്ന് ഇതാക്കി ഓക്കെ ആക്കിയിട്ട് വന്നത്. സോ ഞാൻ SP ഓഫീസിൽ ബാക്കി കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ആൻഡ് അവർ ഉടനെ ബാക്കി ആക്ഷൻസ് ഒക്കെ എടുത്തിട്ട് അറിയിക്കാമെന്ന് പറഞ്ഞു. ആൻഡ് ഇവന്റെ ഡീറ്റെയിൽസും ജാതകവും അവന്റെ വീടിന്റെ ലൊക്കേഷൻ, പേര് എല്ലാം എനിക്കറിയാം. ആള് ഇപ്പൊ ഈ കറന്റ്ലി ഞാൻ ഈ പറയുന്ന പെർട്ടിക്കുലർ ഗ്രൂപ്പിൽ ഫോൺ വിൽക്കുന്നവന്റെ സ്ഥലം കൊല്ലത്താണ്. അവന്റെ സ്ഥലം ഞാൻ അത് കൊല്ലംകാരെ മോശമൊക്കെ പറഞ്ഞാൽ എല്ലാ നാട്ടിലും ഉണ്ട് തള്ളയോളുകൾ. മനസ്സിലായി? അതായത് ഒരു നാട്ടിലൊന്നും അല്ല, എല്ലാ നാട്ടിലും ഉണ്ട്. ഈ ടെലഗ്രാമിൽ ഐഡന്റിറ്റി കിട്ടൂലെന്നുള്ള വിശ്വാസത്തിന്റെ പുറത്ത് കാണിച്ചു കൂട്ടുന്ന കുറെ സാധനങ്ങൾ. അപ്പോൾ ഇവൻ കറന്റ്ലി ഇപ്പൊ ഈ പറഞ്ഞ കറന്റ്ലി അവൻ കൊല്ലത്താണ്. സോ ഇവന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ കംപ്ലീറ്റ്ലി ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് മാത്രമല്ല കേസ്, ഇങ്ങനെ അതിനകത്ത് കുറെ ഉണ്ട്. നിങ്ങൾ പറയില്ലേ റിക്വസ്റ്റിംഗ് ഫോറം, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് റിക്വസ്റ്റ് ചെയ്ത് ആൾക്കാരെ തുണിയില്ലാത്ത രീതിയിലാക്കി ഇങ്ങനത്തെ കുറെ പരിപാടികൾ അതിനകത്ത് നടക്കുന്നുണ്ട്. അപ്പൊ ഇവന്മാർക്കൊക്കെ മെസ്സേജ് അയക്കുമ്പോൾ ഇവന്മാർക്കൊക്കെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്. നീയൊക്കെ കേസ് ഈ ഇപ്പോഴത്തെ കാലത്ത് ഈ മണ്ടന്മാരുടെയൊക്കെ ഈ ചില ഇവന്മാരുടെയൊക്കെ വിചാരം എന്ന് പറഞ്ഞാൽ VPN ഇട്ട് കഴിഞ്ഞാൽ ഇവൻ ടിക്കറ്റും പിടിച്ച് ഇവിടെ പൊക്കോളും, അമേരിക്കയ്ക്ക് പൊക്കോളും, ഞാൻ അമേരിക്കൻ VPN അല്ലേ ഉപയോഗിക്കുന്നതെന്ന്. അതൊക്കെ കഴിഞ്ഞ്, മനസ്സിലായ? അതൊക്കെ കഴിഞ്ഞ് ഞാൻ അവന്റെ അച്ഛന്റെ നമ്പർ വരെ എടുത്ത് വിളിച്ചെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി എവിടെയാണ് നമ്മുടെ ഇതൊക്കെ നിൽക്കുന്നതെന്ന്. ഇവന്മാർക്ക് അങ്ങനെ ഒരു വിചാരമുണ്ട്, ശരിക്കും അങ്ങനെ ഒരു വിചാരമുണ്ട്. അപ്പോ ആളും തരമൊക്കെ നോക്കിയിട്ട് വേണം ഇമാതിരി. അവര് അപ്പുറത്തെ റൂമിലുണ്ട് മമ്മി, ബെഡ്റൂമിൽ. ഡെറിക്കൊക്കെ ഇവിടെ ഉണ്ട് നമ്മുടെ മോഡറേറ്റർ, അവൻ മമ്മി ഫുഡ് കൊടുക്കാൻ വേണ്ടി. അപ്പം ഞാൻ ഇതിൽ ഈ വട്ടം ഞാനൊരു മേഴ്സ് കാണിക്കത്തില്ല ഗൈസ്. ഒരു ക്ഷമയെന്ന് പറയണത് ഒരു സാധനം ഞാൻ എന്തായാലും ഈ വട്ടം ഇതിനകത്ത് ഉണ്ടാവില്ല. ലീഗലി ലെറ്റ് ദം ഡു എന്താന്ന് വെച്ചാൽ ലീഗലി ഉള്ള പ്രൊസീജിയേഴ്സ് അങ്ങനെ പോട്ടെ. അവരുടെ അടുത്ത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇത് വൺസ് അത് ഇതാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പോയി കാണാം, സംസാരിക്കാനൊക്കെ ഫിലിം ചെയ്യാനുമുള്ള റൈറ്റ്സ് നമുക്കുണ്ട്. നമുക്ക് വേണേൽ പോയി ചോദിക്കാം അവരുടെ മുമ്പിൽ വെച്ച്. തല്ലാനൊന്നും പറ്റൂല, പോയി ചോദിക്കാം, ഫിലിം ചെയ്യാം, എല്ലാ കാര്യങ്ങളും ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഉറപ്പായിട്ടും അത് ചെയ്യും. അവനിനി ഇത് 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ചെറുക്കനാണെങ്കിൽ പോലും ഞാനത് ചെയ്യും. പക്ഷെ ഞാനൊരു കാര്യം പറയാം ഗൈസ്, ഇത് ഞാൻ സ്റ്റോറി മാത്രമേ ഇട്ടുള്ളൂ. ഞാൻ മാസ് BGM ഒന്നും കേട്ട് ഞാൻ എങ്ങും ഇട്ടിട്ടില്ല. കാരണം എൻ്റെ സ്വന്തം ഫാമിലിക്ക് ഫേസ് ചെയ്യേണ്ട വരുമ്പോഴേ ഉള്ളൂ. ഞാൻ ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയാം. ഇത്രയും നാൾ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 2 വർഷമായി, 2 വർഷം ആവാൻ പോണ് ഇതാകുമ്പോൾ. ഈ 2 വർഷം ഞാൻ എൻ്റെ വൈഫിനെയും ഫാമിലിയെയും അല്ലെങ്കിൽ ബാക്കിയുള്ള എല്ലാവരെയും യൂസ് ചെയ്ത് കോണ്ടന്റ്സ് ഒന്നും കണ്ടിന്യൂസ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് അവളുടെ സന്തോഷത്തിന് അവളുടേതായിട്ടുള്ള ചെറിയ ചെറിയ വ്ളോഗുകൾ ഇടുന്നു. ഞാൻ അവളുടെ അടുത്ത് വ്ളോഗ് തുടങ്ങാൻ നേരം എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, നിനക്ക് ഇഷ്ടമുണ്ട് ചെയ്തോ. ഞാൻ ഒറ്റ കാര്യം ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളൂ, ഓരോ അപരാധികൾ ഓരോന്നും ഇരുന്ന് കാണിക്കാൻ നീ കണ്ടിട്ടുണ്ടല്ലോ. നിന്റെ ഡ്രസ്സിങ് അത് നീ എന്തൊക്കെയാണെങ്കിലും നീ അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. നീ ഒരു ചെറിയ മൈന്യൂട്ട് കാര്യത്തിനായിരിക്കും ഓരോരുത്തന്മാർ ഇതും പൊക്കിക്കൊണ്ടിരുന്നത്. ഞാൻ ആകെ അവളോട് പറഞ്ഞത് ഈ സോഷ്യൽ മീഡിയയിൽ ഇത്ര നാളെ ഞാൻ നിൽക്കുന്നുള്ളത് കൊണ്ട് അത് മാത്രമാണ് ഞാൻ അവളോട് നോക്കാൻ പറഞ്ഞത്. ഇന്നേ വരെ എക്സ്പോസ് ചെയ്യണ രീതിയിലത്തെ ഒരു ഡ്രസ്സ് അവളിട്ട് ഞാൻ കണ്ടിട്ടില്ല. സ്റ്റിൽ അങ്ങനത്തെ ഒരു പെങ്കൊച്ചിന് ഇങ്ങനത്തെ ഒരു സാധനം ഫേസ് ചെയ്യേണ്ട വരുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്ക് എന്തുമായിരിക്കും വരുന്നതെന്ന് ജസ്റ്റ് ഊഹിക്കാന്നേ ഉള്ളൂ. മനസ്സിലായോ? അത് ഊഹിക്കാന്നേ ഉള്ളൂ. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതിനു വേണ്ടിയിട്ട് ഇറങ്ങിയതും ഇതിനു വേണ്ടിയിട്ട്. അല്ലാതെ ഞാൻ മറ്റേ നാട് നന്നാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതല്ല. സ്വന്തം ഫാമിലിക്ക് ഫേസ് ചെയ്യേണ്ട വരുമ്പോൾ നിങ്ങൾക്കൊക്കെ മനസ്സിലാവും. നീക്കൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കോ നിങ്ങൾക്ക് ബാക്കിയുള്ള ആരുടെയെങ്കിലും ഒരു വീഡിയോയോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഫോട്ടോയോ നീയൊക്കെ എപ്പോഴേലും സുഖം കണ്ടെത്താൻ വേണ്ടി ഒരു അഡൽട്ട് വെബ്സൈറ്റിൽ പോകുമ്പോൾ അവിടെ കിടക്കുന്ന കാണുമ്പോഴേ എല്ലാവർക്കും പൊള്ളുള്ളൂ. മനസ്സിലായ? അന്നേരം അത് പൊള്ളത്തുള്ളൂ. അതുവരെ ആർക്കും പൊള്ളൂല്ല. അതുവരെ ബാക്കിയുള്ളവർക്ക് പറയണതൊക്കെ മറ്റേ മാസടിയൊക്കെ ആയിട്ട് തോന്നും. ഞാൻ എൻ്റെ സാധനം എൻ്റെ പേഴ്സണൽ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ എക്സ്പോസ് ചെയ്തൊരു സാധനമാണ് ഇത് ബാക്കിയുള്ളവർ കട്ട് ചെയ്ത് സ്റ്റോറിയും സ്റ്റാറ്റസും ഒക്കെ ആയിട്ട് അല്ലെങ്കിൽ മറ്റേ ഇതായിട്ടൊക്കെ ഇടുന്ന വീഡിയോസിനകത്ത് ഇങ്ങനെ ചെയ്ത പട്ടികളെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് കമൻ്റ് ഇടുന്നത് വരെ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ എനിക്കിതിനകത്ത് അതിനേക്കാളും വേഴ്സായിട്ട് തോന്നുന്നത്. ഇത് ചെയ്തവന്മാരെ, ഞാൻ ഈ പറഞ്ഞ സാധനം അമ്മയും പെങ്ങളെയും മാത്രം വീഡിയോസും ഫോട്ടോസും എടുത്ത് ഇടുന്നവന്മാരെ ന്യായീകരിക്കാൻ കമൻറ്റ് സെക്ഷനിൽ ഒരു കൂട്ടം പട്ടികളുണ്ട്. മനസ്സിലായ? പറയാതിരിക്കാൻ വയ്യ.
പറയാതിരിക്കാൻ വയ്യ. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഗൈസ്. എനിക്ക് ഞാനിത് ഇങ്ങനെ പറയേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളൊക്കെ എടുത്ത് വെറുതെ കമന്റ് സെക്ഷൻ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. കമന്റ് സെക്ഷൻ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. അതാണ് അതിന്റെ ബേസിക് കാര്യം. അത് കാണുമ്പോഴേ ഉള്ളൂ നമുക്കൊരു ഇത്. ക്യാച്ചിയുടെ സ്റ്റോറിയും കണ്ട് അതുപോലെ പെമ്പിളർ അവളെടുത്ത് ഞാൻ ലീഗലി കേസ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഓൾറെഡി ഗൈസ് നിങ്ങളെ വെറുതെ മെയിൽ അയച്ച് സൈബർ സെല്ലൊന്നും മെയിൽ അയക്കില്ല. ഇങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ നേരിട്ട് കൊണ്ട് കേസ് കൊടുക്കുക. നേരിട്ട് കൊണ്ട് കേസ് കൊടുക്കുമ്പോഴും ഉള്ളൊരു ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് വേറെയാണ്. അപ്പോൾ അത് എനിക്കിത്ര പറയണമെന്നുണ്ടായിരുന്നു കേസ്. കുറച്ച് ദിവസമായിട്ട് ഞാൻ അതിൻ്റെ പുറകിലായിരുന്നു. കുറേ ദിവസമായിട്ട് ഞാൻ ഇതിൻ്റെ പുറകിൽ ഞാൻ ഞാനൊരു വാക്ക് കൊടുത്താണ് ഞാൻ അവനെ കണ്ടുപിടിച്ച് കൊടുക്കുമെന്ന്. ഞാൻ അത് കൊണ്ടുപിടിച്ച് അവൻ്റെ മുമ്പിൽ കൊണ്ട് നിർത്തും. ഞാൻ അവളെ അവൻ്റെ മുമ്പിൽ കൊണ്ടുപോയി നിർത്തുകയും ചെയ്യും. അത് ഞാൻ ഉറപ്പിച്ച കാര്യമാണ്. ഇനി ഏത് അറ്റം വരെ പോകേണ്ട വന്നാലും അത് ഞാൻ അവൻ്റെ മുമ്പിൽ കൊണ്ടു നിർത്തി അവൾക്ക് പറയാനുള്ളത് ഞാൻ അവൻ്റെ മുഖത്ത് നോക്കി ഞാൻ പറയിക്കും. അതിനി എത്ര എക്സ്റ്റെൻഡ് വരെ പോകേണ്ട വന്നാലും ഇനി ഈ കേസ് എവിടെ വരെ കൊണ്ടുകൊണ്ട് വന്നാലും അത് ഞാൻ ഉറപ്പിച്ചതാണ്. അതുകൊണ്ട് ഞാൻ ഈ ഒരു കാര്യത്തിൽ ഞാൻ കുറേ വിട്ട് കളഞ്ഞു ഗൈസ്. കുറേ കാര്യങ്ങൾ വിട്ട് കളഞ്ഞ്. സോ ഇനി എനിക്ക് ടേക്ക് ഫോർവേഡ് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ അങ്ങനെ കണ്ടന്റ് ഉണ്ടാക്കി ജീവിക്കുന്ന ഒരാളല്ല. ഞാനൊരു ഗെയിമിംഗ് കോണ്ടന്റ് ക്രിയേറ്ററാണ്. ഞാൻ എൻ്റെ പേരൻസിനെയും വൈഫിനെയും അല്ലെങ്കിൽ അങ്ങനത്തെ ആൾക്കാരെ വെച്ച് അത് കണ്ടന്റ് ഉണ്ടാക്കുന്നത് മോശമാണെന്ന് പറയുമല്ല. അങ്ങനെ ചെയ്യാഞ്ഞിട്ട് പോലും എൻ്റെ ഫാമിലിയിലുള്ളവരെയും എൻ്റെ ചേച്ചിയെ വരെ ഉണ്ടായിരുന്നു. മനസ്സിലായോ? എൻ്റെ ചേച്ചിയെ വരെ. സോ അവരെയൊക്കെ ഇതിനകത്തോട്ട് ട്രാക്ക് ചെയ്യണതിനോട് എനിക്ക് ഭയങ്കര ഇതുണ്ട്. അങ്ങനെ ചെയ്യുന്നതിനോട് മാത്രമാണ് എനിക്ക് എതിർപ്പ്. അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ ഫൈറ്റ് ചെയ്യും. അത് ഞാൻ എന്ത് ചെയ്തിട്ടാണെങ്കിലും. അല്ലാതെ എനിക്ക് ടെലഗ്രാം ബാൻ ചെയ്യാനും മറ്റേ ഇത് ഇറങ്ങാനും വേണ്ടിയിട്ട് മറ്റേ ജാഥയ്ക്ക് ഇറങ്ങുന്ന ആളല്ല ഞാൻ. മനസ്സിലായ? എനിക്കത് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ നാട്ടിലെ ടെക്നോളജീസ് ഒക്കെ ആവശ്യമാണ്. എല്ലാം ആവശ്യമാണ്. ടെലഗ്രാംസ് ഒക്കെ നല്ല രീതിയിൽ നല്ല കാര്യങ്ങൾക്ക് യൂസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ AI വെച്ച് ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞ് ഞാൻ AI ബാൻ ചെയ്യണമെന്ന് പറഞ്ഞ് ബാനറും പിടിച്ച് നടക്കാൻ പറ്റുമോ? അത് മണ്ടത്തരമാണ്. അഡാപ്റ്റീവ് ടു ദ ജനറേഷൻ എന്ന് മൈൻഡുള്ള ആളാണ് ഞാൻ. മനസ്സിലായ? ടെക്നോളജിയിലും അഡാപ്റ്റ് ചെയ്യും മറ്റേ ഇതിനകത്തൊക്കെ വിശ്വാസമുള്ള ആളുമാണ് ഞാൻ. അല്ലാതെ അതല്ല ബാൻ ചെയ്യേണ്ടത്. ഇതിൻ്റെ നെഗറ്റീവ് യൂസേജ് ആണ് ബാൻ ചെയ്യേണ്ടത്. ഇതിൻ്റെ നെഗറ്റീവ് യൂസേജ് ആണ് നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടത്. അത് കൺട്രോൾ ചെയ്യാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റും ഗൈസ്. ഇത് ഞാൻ പറയുന്നില്ല എൻ്റെ കൂടെ സമരത്തിന് വരാനും ജാഥയ്ക്ക് വരാനും ഒന്നും. നിങ്ങളിതൊക്കെ യൂസ് ചെയ്യുമ്പോഴും ബാക്കി യൂസ് ചെയ്യുന്ന സറൗണ്ടിങ്സിലുള്ള ആൾക്കാരെയും എൻ്റർടൈൻ ചെയ്യാതിരിക്കുക. ഇങ്ങനത്തെ ഗ്രൂപ്പുകളിൽ കയറി ഇതാണോ ശരിക്കും നിങ്ങൾ ഈ പറയണത് പോലെ ഈ പോൺ ഇതൊന്നും ഇങ്ങനെയല്ല. ലിറ്ററലി ഇങ്ങനെയല്ല ഇത് ആൾക്കാരുടെ ഫീഡ് ചെയ്യേണ്ടത്. ഇതിനൊക്കെ റെഡി ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അവരെ വേണ്ട ഞാൻ പറഞ്ഞ അത് ചിലപ്പം അതിലും വലിയ ഒഫൻസീവ്. അതൊക്കെ നമ്മുടെ നാട്ടിലെ ക്രൈമാണ് പറയണത്. മനസ്സിലായോ? അപ്പോൾ ഇത്രേ ഉള്ളൂ. അത് ഇത്ര കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു കേസ്. ഞാൻ അതിൻ്റെ കുറച്ച് പുറകിലായതുകൊണ്ടും പിന്നെ ഇതിൽ നിന്ന് ഒരു ഓഫ് അവർക്കൊക്കെ വേണമെന്ന് തോന്നുന്നത് കൊണ്ടുമാണ് 2 ദിവസം ഞാൻ ഗ്യാപ്പ് എടുത്തത്.